മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രതാപൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തുകയാണ്. അപ്പോൾ മോഹിനി പ്രതാപനെ വളരെ മോശമായ രീതിയിലെല്ലാം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നു, നിനക്കിതൊക്കെ പറയാൻ എങ്ങനെ നാവ് പൊന്തുന്നു? നീ നിൻ്റെ മരുമകനെയും മകളെയും കണ്ടിട്ടല്ലേടി ഇത്ര അഹങ്കരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെ അകത്തോട്ട് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മോഹിനിയാണെങ്കിൽ പിടിക്കാതെയൊക്കെ നിൽക്കുകയാണ് പ്രതാപനെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടി ഇവനെ ഒന്ന് പിടിക്കടി നീ അകത്തോട്ട് കയറ്റാൻ എന്ന് പറയുന്നു. പക്ഷേ മോഹിനി അതൊന്നും കേൾക്കാത്ത പോലെ നിൽക്കുകയാണ്. പിന്നീട് മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഇയാളുടെ ഈ കാഴ്ചയൊന്നും കണ്ടിട്ട് ഒരു സഹതാപം തോന്നുന്നില്ല. ഈ കാഴ്ച കാണാൻ എൻ്റെ മോളെ ഉടനെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞു മഹിയെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഇവിടെ വന്നെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ആ കാഴ്ച നീയും കൂടെ കാണണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി വിളിക്കുന്നു. അത് കേൾക്കുമ്പോൾ മഹി പറയുന്നു, ഇപ്പം തന്നെ വരാമമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് വരികയാണ്. അങ്ങനെ പ്രതാപൻ വീൽ ചെയറിലിരിക്കുന്ന കാഴ്ച കണ്ണനും മഹിയും വളരെ സന്തോഷത്തോടു കൂടി കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ മുത്തശ്ശിക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. ഇനി ഇത് കാണാൻ വേണ്ടിയാണോടി ഇനി ഇങ്ങോട്ട് വന്നത്? എൻ്റെ മോനെ 2-3 ദിവസവും വീൽ ചെയറിലിരിക്കണം, നിൻ്റെ ഭർത്താവ് ജീവിതകാലം മുഴുവൻ ഈ വീൽ ചെയറിലിരുന്ന് പോകുമെന്ന് മുത്തശ്ശി ശപിക്കുന്നുണ്ട്. അപ്പോൾ മഹി പറയുന്നു, എൻ്റെ കണ്ണേട്ടൻ നല്ല രീതിയിൽ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും, ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും, അത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കാണിക്കുകയും ചെയ്യുമെന്നൊക്കെ മഹി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മഹിയും കണ്ണനും കൂടെ അകത്തോട്ട് പോകുന്നു. അപ്പോൾ മോഹിനി അവർക്ക് ചായ എല്ലാം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മഹി പറയുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകണം, കണ്ണേട്ടൻ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, എനിക്ക് നേരമില്ല, എനിക്ക് ഓഫീസിൽ പോകണമെന്ന് പറയണേ. അപ്പോഴേക്ക് അമ്മ പറയും, ഇല്ല മോനും കൂടെ പോ, അവളായ ദൈവങ്ങളായ ദൈവങ്ങളെല്ലാം മോൻ എണീറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ മോനും കൂടെ ചെല്ലണം, മോൻ്റെ കാൽവിരലുകൾ അനങ്ങാൻ തുടങ്ങിയില്ലേ, അത് എൻ്റെ മോളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയാണ് കണ്ണൻ പറയുന്നു, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ പോകാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അമ്പലത്തിൽ ചെന്നിറങ്ങുമ്പോൾ അവരെപ്പോഴും കാണുന്നത് അമ്മ അവരെ ദൂരെ നിന്നും കാണുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിനകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്മ വരികയാണ്. എന്നിട്ട് അമ്മ പറയും, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സുഖമായിട്ടിരിക്കുന്നോ എന്ന് അന്വേഷിക്കുകയാണ്. അന്നേരം മഹി പറയുന്നു, ഞാൻ അമ്മയെ ഇപ്പോൾ കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ അമ്മ എൻ്റെ മുമ്പിൽ വന്നത് എനിക്ക് വളരെ സന്തോഷമായെന്ന് പറയുന്നു. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ പറ്റിയാൽ എനിക്കും സന്തോഷമുണ്ടെന്ന് അമ്മ തിരിച്ചു പറയാണ്. എന്നിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ മഹി പറയാണ്, എൻ്റെ കണ്ണിൻ്റെ കാൽവിരലുകൾക്കെല്ലാം അനക്കം സംഭവിച്ചിട്ടുണ്ട്, അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി എൻ്റെ കണ്ണേട്ടൻ്റെ മറ്റേ കാല് കൂടെ അനക്കം ഉണ്ടാകുമോ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഭംഗിയായിട്ട് തന്നെ ദൈവം സാധിപ്പിച്ചു തരും, മോൾക്കൊരു കുഞ്ഞുണ്ടാകുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഹിക്ക് വളരെ സന്തോഷമാകുകയാണ്. അങ്ങനെ കണ്ണനും ആകെ സന്തോഷമായിട്ടിരിക്കാനാണ്. അത് കഴിഞ്ഞ് കണ്ണനോട് അമ്മ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം മോനോട് പറയാനുണ്ട്, നിങ്ങളെ രക്ഷിച്ചിട്ടുള്ള ഒരാളില്ലേ, ആ പയ്യനെ ഒരു ചെറിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെ രക്ഷിച്ച ആ മോനെയും കൂടെ നിങ്ങൾ രക്ഷിക്കണമെന്ന് പറയാണ് ആ അമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ 3 പ്രാവശ്യം കൊല്ലാനായിട്ട് ആളുകൾ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു നല്ല മനസ്സുള്ള ഒരു മോനാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മോനെയും കൂടെ മോൻ രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറയാനാണ്. അവനെ കള്ളക്കേസിൽ കുടുക്കി പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോൻ അവനെ രക്ഷിക്കണം, അവൻ നല്ല മനസ്സുള്ള ഒരു മോനാണെന്നൊക്കെ പറയുന്നതാണ് അമ്മ. ഇത് കേൾക്കുമ്പോൾ കണ്ണന് വളരെ വിഷമമാവുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ എന്താണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് മാർക്കോയെ രക്ഷപ്പെടുത്താനായിട്ട് കണ്ണൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.